വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലും മാറുന്ന കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന വിള്ളലുകളും അതീവ ദയനീയമായി ഈ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. CBSE 9ാം ക്ലാസ്സിന്റെ മലയാളം പാഠഭാഗമായ അമ്മ എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമസ്കാരം. ലേൺ മലയാളം വിത്ത് എന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അമ്മ എന്ന പാഠഭാഗത്ത് വരുന്ന 1 മാർക്കിന്റെ ചോദ്യോത്തരങ്ങളും അതുപോലെ 3 മാർക്കിന് വരുന്ന ചോദ്യോത്തരങ്ങളും പരമാവധി നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്കായിട്ട് എഴുതി സൂക്ഷിക്കുക. അമ്മ എന്ന കഥയുടെ രചയിതാവ് ആര്? മാധവിക്കുട്ടിയാണ്. കമലാദാസ്. മാധവിക്കുട്ടിയുടെ ആത്മകഥയുടെ പേരെന്ത്? എൻ്റെ കഥ. ഈ കഥയുടെ പ്രധാന പ്രമേയം, അമ്മ എന്ന കഥയുടെ പ്രധാന പ്രമേയം എന്താണ്? വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലും കുടുംബ ബന്ധങ്ങളിലെ മൂല്യച്യുതിയും. കഥ ആരംഭിക്കുന്നത് എങ്ങനെ? 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുകയായിരുന്ന ഒരു വൃദ്ധയെ ആഡംബര കാർ ഇടിച്ചു തെറിപ്പിക്കുന്നതോടെ. അതാണ് കഥയുടെ തുടക്കം. വൃദ്ധയെ ഇടിച്ചിട്ട് കടന്നുപോയ കാർ ഏതാണ്? അമിത വേഗതയിൽ വന്ന ഒരു കറുത്ത മെഴ്സിഡസ് കാർ. അപകടം വരുത്തിയ കാർ നിർത്താതെ പോയത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആധുനിക മനുഷ്യന്റെ സഹാനുഭൂതി ഇല്ലായ്മയെയും സ്വാർത്ഥതയെയും. അപകടത്തിൽപ്പെട്ട വൃദ്ധയെ സഹായിക്കാൻ ആദ്യം ഓടിയെത്തിയത് ആര്? ബോലേറാം എന്ന പാൽക്കാരൻ. വൃദ്ധയെ പാൽക്കാരൻ എന്ത് വിളിച്ചാണ് അഭിസംബോധന ചെയ്തത്? അമ്മേ എന്ന്. വർഷങ്ങളായി ആ വൃദ്ധ കേൾക്കാൻ കൊതിച്ചിരുന്ന വിളി എന്തായിരുന്നു? അമ്മേ എന്ന വിളിക്കായിട്ടാണ് വർഷങ്ങളായി ആ അമ്മ കൊതിച്ചിരുന്നത്. അപകട സ്ഥലത്തെത്തിയ പോലീസുകാരൻ എന്താണ് ചെയ്യാൻ ശ്രമിച്ചത്? അപകടത്തെക്കുറിച്ച് കേസ് എഴുതിയെടുക്കാൻ. വൃദ്ധയെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ച മറ്റൊരാൾ ആരാണ്? ഒരു ടാക്സി ഡ്രൈവർ. ബോലേറാം എന്ന പാൽക്കാരൻ എന്തിന്റെ പ്രതീകമാണ്? മനുഷ്യത്വത്തിന്റെയും നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും പ്രതീകമാണ് ബോലേറാം. എന്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ പുറത്തു വിടില്ലായിരുന്നു. ഈ വാക്കുകൾ ആരുടേതാണ്? പാൽക്കാരനായ ബോലേറാമിൻ്റെത്. ഇതിലെ അമ്മയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? നിശബ്ദമായ സഹനവും മക്കളോട് പരിഭവമില്ലാത്ത സ്നേഹവുമുള്ള ഒരമ്മ. മക്കൾ തന്നെ അവഗണിച്ചിട്ടും അമ്മ അവരെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ജോലി തിരക്കായിരിക്കും എന്ന് കരുതിയും മക്കളോടുള്ള അമിതമായ സ്നേഹം കൊണ്ട്. അമ്മയുടെ മക്കൾ എവിടെയാണ്? അവർ മെച്ചപ്പെട്ട ജീവിതം തേടി വിദേശത്താണ്. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ പോലെ ഈ പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? മരണാസന്നമായ അവസ്ഥയിൽ അനക്കമറ്റ് കിടക്കുന്ന അമ്മയുടെ കൈവിരലുകളെ. രക്തത്തിന് ഒരേ നിറമാണ്. ഈ വരിയിലൂടെ കഥാകാരി എന്താണ് അർത്ഥമാക്കുന്നത്? പണക്കാരനായാലും പാവപ്പെട്ടവനായാലും വേദനയും ജീവനും എല്ലാവർക്കും ഒരുപോലെയാണെന്ന്. വിഹ്വലത എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? പരിഭ്രമം അല്ലെങ്കിൽ ആകുലത. അന്തരാളം എന്നാൽ എന്ത്? അന്തരാളം എന്നാൽ ഉള്ള് അല്ലെങ്കിൽ മനസ്സ്. വൃദ്ധ എത്ര രൂപയ്ക്കാണ് പച്ചക്കറി വാങ്ങിയത്? 20 പൈസയ്ക്ക്. അമ്മയുടെ വീട് എവിടെയായിരുന്നു? പഹാഡ്ഗഞ്ചിൽ. അമ്മയുടെ വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു? ആരുമില്ലാത്ത, ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത ഇരുട്ടടഞ്ഞ വീട്. പണ്ട് അമ്മയ്ക്ക് തലവേദന വന്നപ്പോൾ സങ്കടപ്പെട്ട മകന്റെ പ്രായം എത്ര? 10 വയസ്സുള്ളപ്പോഴാണ്. അവസാനം അമ്മ എന്തിനെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത്? തന്റെ മകൻ അരികിലെത്തി അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതായി. ടാക്സി ഡ്രൈവർ പണം വാങ്ങാൻ വിസമ്മതിച്ച് എന്തുകൊണ്ട്? അദ്ദേഹത്തിന് വൃദ്ധയോട് തോന്നിയ സഹതാപവും മനുഷ്യത്വവും കൊണ്ട്. ഈ കഥ നൽകുന്ന പ്രധാന സന്ദേശം എന്ത്? മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മൂല്യമെന്നും. ആധുനിക സമൂഹം നേരിടുന്ന ഏത് വലിയ പ്രശ്നമാണ് കഥ ചർച്ച ചെയ്യുന്നത്? വാർദ്ധക്യത്തിലെ ഏകാന്തതയും മക്കളുടെ അവഗണനയും. കറുത്ത മെഴ്സിഡസ് കാർ എന്തിന്റെ പ്രതീകമാണ്? അധികാരത്തിന്റെയും പണക്കൊഴുപ്പിന്റെയും സ്നേഹശൂന്യതയുടെയും പ്രതീകം. അപകടത്തിന് ശേഷം വൃദ്ധയുടെ വസ്ത്രത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അവരുടെ വെളുത്ത വസ്ത്രം മുഴുവൻ രക്തം പുരണ്ട് ചുവപ്പായി മാറി. വൃദ്ധയുടെ വിരലുകൾ വളഞ്ഞു കിടക്കുന്നത് കാണാൻ എങ്ങനെയുണ്ട്? മണ്ണിൽ നിന്ന് പിടിവിട്ടുപോയ ഉണങ്ങിയ വേരുകൾ പോലെ. അമ്മയുടെ വീടായ പഹാഡ്ഗഞ്ചിൽ അവരെ കാത്തിരുന്നത് എന്തായിരുന്നു? കനത്ത ഇരുട്ടും നിശബ്ദതയും മാത്രം. അപകടം വരുത്തിയ കാർ യാത്രക്കാർ വൃദ്ധയെ നോക്കാതിരുന്നത് എന്തുകൊണ്ട്? അവർക്ക് വൃദ്ധയുടെ ജീവനേക്കാൾ സ്വന്തം യാത്രയുടെ വേഗതയായിരുന്നു പ്രധാനം. അമ്മയുടെ മക്കൾ ഇന്ന് എങ്ങനെയുള്ളവരായാണ് അറിയപ്പെടുന്നത്? വിദേശത്ത് വലിയ ജോലിയുള്ള സമ്പന്നരായ വ്യക്തികൾ. അമ്മയ്ക്ക് ദാഹിച്ചപ്പോൾ വെള്ളം നൽകിയത് ആരാണ്?
പാൽക്കാരനായ ബോലേറാം. പോലീസുകാരൻ ഡയറിയിൽ എന്താണ് കുറിച്ചത്? അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങളും സാക്ഷിമൊഴികളും. അമ്മയുടെ വീടിനുള്ളിലെ വെളിച്ചം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അണയാറായ മങ്ങിയ വെളിച്ചം അമ്മയുടെ അവസാന കാലത്തെ സൂചിപ്പിക്കുന്നു. ഞാൻ തനിയെ പൊയ്ക്കൊള്ളാം എന്ന് അമ്മ ആരോടാണ് പറയുന്നത്? തന്നെ സഹായിക്കുന്ന അപരിചിതരോട്. അമ്മയുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഐശ്വര്യം ഇന്ന് എവിടെ പോയി? മക്കളുടെ വേർപാടോടെ വീട് ശൂന്യവും ദരിദ്രവുമായി മാറി. ബോലേറാം എന്ന പാൽക്കാരൻ തന്റെ സൈക്കിൾ എവിടെയാണ് നിർത്തിയത്? അപകടം നടന്ന സ്ഥലത്ത്, റോഡിന്റെ വശത്ത്. ഡോക്ടർ വൃദ്ധയോട് ചോദിച്ച പ്രധാന ചോദ്യം എന്തായിരുന്നു? അമ്മേ, നിങ്ങളെ നോക്കാൻ വീട്ടിൽ ആരുമില്ലേ എന്ന്. അമ്മ തന്റെ വേദന മറക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? മകന്റെ പഴയകാല സ്നേഹത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട്. ടാക്സി ഡ്രൈവർക്ക് പണം നൽകാൻ അമ്മയുടെ കൈവശം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. പച്ചക്കറി വാങ്ങി ബാക്കി വന്ന ഏതാനും പൈസകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കഥയിലെ കറുത്ത കാർ എന്തിന്റെ പര്യായമാണ്? ആധുനിക കാലത്തെ ക്രൂരതയുടെയും മനുഷ്യത്വമില്ലായ്മയുടെയും. അമ്മയുടെ മകൻ പണ്ട് അമ്മയോട് എന്ത് വാഗ്ദാനമാണ് നൽകിയത്? വലുതാകുമ്പോൾ അമ്മയെ നന്നായി നോക്കിക്കൊള്ളാമെന്ന്. ഈ കഥ വായനക്കാരെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ലോകത്ത് പണത്തേക്കാൾ വിലയുള്ളത് മനുഷ്യബന്ധങ്ങൾക്കാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനിയും ഏറെ ചോദ്യങ്ങളുണ്ട്. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ. അത് എല്ലാം നിങ്ങൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്.